എൻ്റെ പേര് ജോളിമസ് എന്നാണ്. ഞാനൊരു ഫിലിം ഡയറക്ടറാണ്. അതോടൊപ്പം തന്നെ പുലരി ടി വി എന്ന IPTV ചാനലിൻ്റെ പ്രോഗ്രാം ഡയറക്ടർ കൂടിയാണ്. അപ്പോൾ പുലരി ടി വിയെക്കുറിച്ച് എനിക്ക് തോന്നുന്നു എല്ലാവർക്കും അറിയാം. എങ്കിലും ഒരു കാര്യം ഒരിക്കൽ കൂടെ പറയാം. അതായത് മലയാളത്തിലെ ആദ്യ മുഴുവൻ സമയം പ്രക്ഷേപണം ചെയ്യുന്ന സിനിമ, ന്യൂസ് ആൻഡ് എൻ്റർടൈൻമെൻറ്റ് ചാനലാണ് പുലരി ടി വി. ഈ പുലരി ടി വി അടുത്ത കാലത്തായി, എനിക്ക് തോന്നുന്നത് 8 വർഷത്തോളം ആയി അതിൻ്റെ റണ്ണിങ് ആരംഭിച്ചിട്ട്. ഒത്തിരി വിദേശ മലയാളികളുടെ ഇടയിലെല്ലാം വളരെ പോപ്പുലറായ ഒരു സിനിമാ ചാനലാണത്. ഈ പുലരി ടി വി കഴിഞ്ഞ ഒരു 4 വർഷമായിട്ട് ഇൻ്റർനാഷണൽ പുലരി ടി വി അവാർഡ് നടത്തി വരുന്നുണ്ട്. അത് ചലച്ചിത്ര, ടെലിവിഷൻ, നമ്മുടെ ഷോർട്ട് ഫിലിം, മ്യൂസിക്കൽ ആൽബംസ്, ഡോക്യുമെൻ്ററീസ് എന്നിവയിൽ പ്രഗത്ഭരായവരെ മികച്ച എൻട്രിയിലൂടെ ക്ഷണിച്ച് അതിലേറ്റവും മികച്ചതൊക്കെ തിരഞ്ഞെടുത്ത് വരുന്നുണ്ട്. കഴിഞ്ഞ വർഷം തന്നെ നടന്ന ഇൻ്റർനാഷണൽ പുലരി ടി വി അവാർഡിൽ ഈ കഴിഞ്ഞ വർഷം മുതൽ മികച്ച ജനപ്രിയ ചിത്രത്തിനുള്ള അവാർഡും കൂടെ കൊടുത്തു തുടങ്ങി. അത് കഴിഞ്ഞ പ്രാവശ്യം തുടരും, മോഹൻലാൽ അഭിനയിച്ച തുടരും എന്ന സിനിമയ്ക്കായിരുന്നു. അതിൻ്റെ അവാർഡ് വാങ്ങാൻ തന്നെ അതിൻ്റെ പ്രൊഡ്യൂസർ നമ്മുടെ രജപുത്ര രഞ്ജിത്ത് തന്നെയാണ് വന്ന് വാങ്ങിയതുമൊക്കെ. അപ്പോൾ അത്യാവശ്യം എനിക്ക് തോന്നുന്നു മാധ്യമങ്ങളുടെ ഇടയിലും ചലച്ചിത്ര ലോകത്തുമൊക്കെ അതിൻ്റെ പുലരി ടി വിക്ക് അതിൻ്റേതായ ഒരു സ്ഥാനം തന്നെ ഉണ്ട്. ഒത്തിരി PROമാരുടെ സഹകരണമൊക്കെ ഈ ചാനലുമായിട്ടൊന്നുണ്ട്. ഈ ചാനൽ വാർത്തകൾ എത്തിക്കുന്നതും എല്ലാം ചലച്ചിത്ര രംഗത്തെ PROമാരാണ്. ഈ പുലരി ടി വിയുടെ രണ്ടാമത്തെ ഒരു പ്രോഗ്രാമായിരുന്നു ശംഖുമുദ്ര പുരസ്കാരം. ഇത് നമ്മുടെ കേരളത്തിലെ കലാരംഗത്ത്, സാമൂഹിക രംഗത്ത്, സാംസ്കാരിക രംഗത്ത്, അധ്യാപക രംഗത്ത്, ആരോഗ്യ രംഗത്തൊക്കെ വളരെ കഴിവ് തെളിയിച്ചവരെയും അതോടൊപ്പം തന്നെ പുതിയതായിട്ട് അവരുടെ കഴിവ് ഒരു പ്രത്യേക രീതിയിൽ, അതായത് മറ്റുള്ളവർക്ക് ഉപയോഗപ്പെടുന്ന രീതിയിൽ അവരുടെ ഏത് മീഡിയയാണോ അതിലൂടെ അങ്ങനെ കഴിവ് തെളിയിച്ചവരെയും പരിചയസമ്പന്നരെയും പുതുമുഖങ്ങളെയും എല്ലാം അവരുടെയും എൻട്രിയിലൂടെ ക്ഷണിക്കുകയും അത് ഞങ്ങളുടെ ജൂറി പാനൽ വിലയിരുത്തുകയും അതിൽ നിന്നും തിരഞ്ഞെടുക്കുന്നവർക്ക് ശംഖുമുദ്ര പുരസ്കാരം നൽകി വരികയും ചെയ്യുന്നുണ്ട്. അങ്ങനെ ഇത് രണ്ടാമത്തെ ശംഖുമുദ്ര പുരസ്കാരത്തിൻ്റെ വിജയികളെയാണ് ഇവിടെ ഇന്നിപ്പോൾ അവതരിപ്പിക്കുന്നത്. അപ്പോൾ ഞാൻ ജൂറി പാനലിനെ ഒന്ന് പരിചയപ്പെടുത്താം. ഒന്ന്, ഇദ്ദേഹം ചലച്ചിത്ര സീരിയൽ നടനാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ശ്രീ രാജ്മോഹനെ. അദ്ദേഹം ജൂറി പാനലിൻ്റെ ഒരു മെമ്പറാണ്. രണ്ടാമത്തത് നമ്മുടെ ചലച്ചിത്ര PRO അജയ് തുണ്ടത്തിൽ. അദ്ദേഹം ഫെഫ്ക PRO യൂണിയൻ്റെ ജനറൽ സെക്രട്ടറിയാണ്. അദ്ദേഹം മൂന്നാമത് നിൽക്കുന്നത് ചലച്ചിത്ര, സീരിയൽ, നാടക സംവിധായകനാണ് CV പ്രേംകുമാർ. അദ്ദേഹം എനിക്ക് തോന്നുന്നു വളരെ പ്രശസ്തി നേടിയ നീലക്കുയിൽ എന്ന സിനിമയുടെ നാടക രൂപാന്തരണം ഈ അടുത്ത കാലത്ത് ചെയ്തതെല്ലാം അദ്ദേഹമായിരുന്നു. അങ്ങനെ ഈ 3 പേരടങ്ങുന്ന വളരെ അവരുടേതായ മേഖലയിൽ വളരെയധികം കഴിവ് തെളിയിച്ച് ഇന്ന് സാമൂഹ്യ, സാംസ്കാരിക, കലാരംഗങ്ങളിലെല്ലാം പ്രവർത്തിക്കുന്ന ഈ 3 പേരുമാണ് ഈ വർഷത്തെ ഈ ശംഖുമുദ്ര പുരസ്കാരത്തിൻ്റെ ജൂറി പാനൽ. പിന്നെ ഒരു വ്യത്യാസം, സാധാരണ ജൂറികളെല്ലാം വരുമ്പോൾ നമ്മളൊരു ചെയർമാൻ, മെമ്പേഴ്സ്. ഈ വർഷം ഞങ്ങൾ അതിനൊരു പുതുമ കണ്ടെത്തുകയാണ്. ഒരു പാനൽ, അതിനകത്ത് ഈ 3 പേരടങ്ങുന്ന ഈ പാനലാണ് ഈ ഒരു അവാർഡ് നിർണ്ണയം നടത്തിയിരിക്കുന്നത്. ആദ്യമായിട്ട് ശ്രീ അജയ് തുണ്ടത്തിൽ അവാർഡ് ഡിക്ലെയർ ചെയ്ത് തുടങ്ങട്ടെ. എല്ലാ മീഡിയ സുഹൃത്തുക്കൾക്കും നമസ്കാരം. ഇന്ന് നല്ലൊരു ദിവസമാണ്, 10ാം ഉദയമാണ്. എന്തായാലും എനിക്ക് വളരെ ഒരു വെറൈറ്റി ആയിട്ട് തോന്നിയത്, സാധാരണ ഈ നേരത്തെ മിസ്റ്റർ ജോളിമസ് പറഞ്ഞതുപോലെ ജൂറി ചെയർമാൻ പിന്നെ ജൂറി മെമ്പേഴ്സ്, അങ്ങനെ ഒരു പാറ്റേൺ ആണ്. അപ്പോൾ അത് ഇല്ലാത്ത ഒരു ജൂറി, എല്ലാവരും ജൂറി മെമ്പേഴ്സ് എന്നുള്ള നിലയ്ക്ക് വന്നത് ഒരു പുതിയ തോട്ടായിട്ട് എനിക്ക് വളരെ അപ്രീഷ്യബിൾ ഒരു കാര്യമായിട്ട് തോന്നുന്നു. എന്തായാലും ശംഖുമുദ്ര പുരസ്കാരം 2026 അർഹരായവരുടെ കുറച്ച് വിന്നേഴ്സിൻ്റെ ഞാൻ പേരുകൾ വായിക്കാം. യുവ പ്രതിഭ ശംഖുമുദ്ര പുരസ്കാരം അനാമിക GS. ഏറ്റവും പ്രായം കുറഞ്ഞ പ്ലെയിൻ സ്പോട്ടർ, വിമാന നിരീക്ഷകയാണ്, വളരെ പോപ്പുലറാണ് ആ കുട്ടി. അലൻ രാജേഷ് S. നാടൻപാട്ട്, ശാസ്ത്രീയ സംഗീതം, ചെണ്ടമേളം. ആദിത്യരാജ് ബാലതാരം, നർത്തകൻ. കലാരംഗത്തെ പ്രവർത്തനങ്ങൾക്കുള്ള ശംഖുമുദ്ര പുരസ്കാരം ജോൺ ഡാനിയൽ, ശില്പകലാകാരൻ. രാജേഷ് തേവറാൻ, നാടൻപാട്ട് കലാകാരൻ. ഡോക്ടർ ബിജു എടത്തിക്കാട്, നാടൻപാട്ട് കലാകാരൻ. സ്മിത KE, ചിത്രകാരി. ആശിഷ് ബിന്നി, നർത്തകൻ, സംഗീതജ്ഞൻ, മൾട്ടി ഇൻസ്ട്രുമെൻ്റലിസ്റ്റ്. അപൂർവ, കലാതിലകം, ഗായിക. ഹരിഗോവിന്ദൻ, സോപാന സംഗീതജ്ഞൻ, ന്യൂസ് റിപ്പോർട്ടർ, അധ്യാപകൻ, കവി, ഗ്രന്ഥരചയിതാവ്. സാഹിത്യരംഗത്തെ പ്രവർത്തനങ്ങൾക്കുള്ള ശംഖുമുദ്ര പുരസ്കാരം
വർഗീസ് ടി നൈനാൻ കവി, ബി ചന്ദ്രബാനു ഗ്രന്ഥരചയിതാവ്, ഷീബ ജോസഫ് ചെറുകഥാകൃത്ത് നോവലിസ്റ്റ്, ജോളി പീറ്റർ കവി, നാടകകൃത്ത്, നോവലിസ്റ്റ്, സംഗീതജ്ഞൻ, ഡോക്ടർ അനിൽകുമാർ SD കവി, അസ്ഥിരോഗ വിഭാഗ ഡോക്ടർ, ഷീജ അനിൽ എഴുത്തുകാരി, പാചകകലയിൽ നിരവധി പ്രസിദ്ധീകരണങ്ങൾ, ഗിരിധര ഭൈ കഥാകൃത്ത്, വിശ്വനാഥൻ വടയേശ്വരം കവി, ഉണ്ണി ബാസുരി ഗുരുവായൂർ കവി, കഥാകൃത്ത്, സാമൂഹിക സാംസ്കാരിക പ്രവർത്തകൻ, അധ്യാപന സാഹിത്യ രംഗത്തെ പ്രവർത്തനങ്ങൾക്കുള്ള ശംഖുമുദ്ര പുരസ്കാരം, ഫിലിപ്പ് KJ ഗണിത അധ്യാപകൻ, യോഗാചാര്യ NP ആന്റണി അധ്യാപകൻ, എഴുത്തുകാരൻ, ഡോക്ടർ ഉഷാറാണി P കവയത്രി, അധ്യാപിക, ലൈല വിനയൻ കവയത്രി, നോവലിസ്റ്റ്, കഥാകാരി, അധ്യാപിക. രാജ്മോഹനാണ്. പുലരി TV-യുടെ ശംഖുമുദ്ര അവാർഡ് ഡിക്ലറേഷൻ നടക്കുന്നൊരു വേദിയാണ്. അവാർഡിൻ്റെ പേരിൽ തന്നെ ഒരു പുതുമയുണ്ട്, ശംഖുമുദ്ര. അത് കേരളത്തിൻ്റെ മാത്രം തനതായ ഒരു അഹങ്കാരമാണ്, നിങ്ങൾക്കെല്ലാം അറിയാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആ ശംഖുമുദ്ര അവാർഡ് ഡിക്ലെയർ ചെയ്യാൻ എനിക്കും ഒരു അവസരം തന്നതിൽ ഞാൻ ഒത്തിരി സന്തോഷിക്കുന്നു. ചലച്ചിത്ര രംഗത്തെ പ്രവർത്തനങ്ങൾക്കുള്ള പുരസ്കാരമാണ് ആദ്യം ഡിക്ലെയർ ചെയ്യുന്നത്. ശ്രീമതി സിന്ധു പ്രതാപ് ചലച്ചിത്ര പിന്നണി ഗായിക, S നാരായണൻ ചലച്ചിത്ര പിന്നണി ഗായകൻ, M രാധാകൃഷ്ണൻ ചലച്ചിത്ര പിന്നണി ഗായകൻ, ശരൺ കൃഷ്ണൻ ഡിസൈനർ, എഡിറ്റർ, അനിമേറ്റർ, സംവിധായകൻ, ഡോക്ടർ മധുസൂദനൻ നായർ സിനിമാ നിർമ്മാതാവ്, അഭിനേതാവ്, സാമൂഹിക സാംസ്കാരിക ജീവകാരുണ്യ പ്രവർത്തകൻ, ശ്രീ ബിജേഷ് പ്രതാപ് സംവിധായകൻ, തിരക്കഥാകൃത്ത്, ഡബ്ബിംഗ് ആർട്ടിസ്റ്റ്, ശ്രീ വിനോദ് പ്രഭാകർ നടൻ, ഡബ്ബിംഗ് ആർട്ടിസ്റ്റ്, ചെറുകഥാകൃത്ത്, ഗാനരചയിതാവ്, ശ്രീ കാർത്തിക് S നായർ സിനിമാറ്റോഗ്രാഫർ, ശ്രീ പ്രശാന്ത് B മോളിക്കൽ ചലച്ചിത്ര സംവിധായകൻ, സാമൂഹിക പ്രവർത്തകൻ, ശ്രീ GV രഞ്ജിത്ത് തിരക്കഥാകൃത്ത്, ശ്രീഭക്ഷ സിനിമാ സംവിധായകൻ, ഇപ്പോൾ അദ്ദേഹം അഭിനേതാവും കൂടെയാണ്, ടൈറ്റസ് ഗോമസാർ തിരക്കഥാകൃത്ത്, ഗാനരചയിതാവ്, ചലച്ചിത്ര നിർമ്മാതാവ്, മനോജ് B പിള്ള ഡബ്ബിംഗ് ആർട്ടിസ്റ്റ്, സാമൂഹിക പ്രവർത്തകൻ, NN അൻസിയ പിന്നണി ഗായിക, ചലച്ചിത്ര നടി, ഗാനരചയിതാവ്, സംവിധായിക, ഫാഷൻ ഡിസൈനർ. ഇനി സാമൂഹിക രംഗത്തെ പ്രവർത്തനങ്ങൾക്കുള്ള ശംഖുമുദ്ര പുരസ്കാരമാണ്. ശുഭശ്രീ രാമൻ നെന്മിനിശ്ശേരി സാമൂഹ്യ പ്രവർത്തകയാണ് അദ്ദേഹം. സഞ്ജന KK സാമൂഹ്യ സേവന പ്രവർത്തക, ആതുര ശുശ്രൂഷക, വർഷ വിജിലൻസ് സാമൂഹിക പ്രവർത്തക. നമസ്കാരം, ഞാൻ CV പ്രേംകുമാർ. ശംഖുമുദ്ര പുരസ്കാരം ഇത് രണ്ടാമതാണ്. ഇതിൻ്റെ പ്രസക്തിയെക്കുറിച്ച് ശ്രീ ജോളിമസ് സംസാരിക്കുകയുണ്ടായി. ഈ അവാർഡിന് അർഹരായവർ പ്രശസ്തരും എന്നാൽ പല മേഖലകളിലും നിരവധി വർഷങ്ങളായി പ്രവർത്തിക്കുകയും അവർക്ക് അർഹമായ അംഗീകാരം ലഭിക്കാതിരിക്കുകയും ചെയ്യുന്നവരെ കണ്ടെത്തുകയും അവർക്കൊരു പ്രോത്സാഹനവും പ്രചോദനവുമാകുന്ന തരത്തിലാണ് ഈ അവാർഡിന് അർഹരായവരെ അപേക്ഷയിലൂടെയും മറ്റുള്ളവർ റെക്കമെൻഡ് ചെയ്തും ബയോഡേറ്റ പരിശോധിച്ചുകൊണ്ട് അന്വേഷിച്ചുകൊണ്ട് തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ പലരും നമ്മൾ പേരുകൾ കേട്ടിട്ടില്ലാത്ത പുതുതായി ഈ രംഗത്തേക്ക് കടന്നു വന്നിട്ടുള്ള യുവാക്കളും അവാർഡിന് പല മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് അവാർഡിന് അർഹരായിട്ടുണ്ട്. ഞാനിവിടെ പ്രഖ്യാപിക്കുന്നത് സാംസ്കാരിക രംഗത്തെ പ്രവർത്തനത്തിനുള്ള ശംഖുമുദ്ര പുരസ്കാരം. ആൻസ് മേരി തോമസ് സാംസ്കാരിക സാമൂഹിക പ്രവർത്തക, റേഡിയോ ജോക്കി പരിശീലക. സുജിത് CS കലാസാഹിത്യ പ്രവർത്തകൻ, ആരോഗ്യ മേഖലാ പ്രവർത്തകൻ, ഗായകൻ. ടൈനി ജോർജ് കലാ സാംസ്കാരിക സാമൂഹ്യ രംഗത്തെ പ്രവർത്തക. കലാറാണി S കലാ സാംസ്കാരിക പ്രവർത്തക. AS മുജീബ് റഹ്മാൻ കലാ സാംസ്കാരിക പ്രവർത്തകൻ. ശോഭ കുമാർ സാംസ്കാരിക പ്രവർത്തക, ഗായിക. ഇത് വ്യവസായ രംഗത്തെ പ്രവർത്തനത്തിനുള്ള ശംഖുമുദ്ര പുരസ്കാരങ്ങളാണ്. ഉദയ ഗിരിജ ചെറുകിട വ്യവസായ പ്രമുഖ, ജീവകാരുണ്യ പ്രവർത്തക. MH സുലൈമാൻ ബിൽഡിംഗ് ഡിസൈനർ, കലാ സാംസ്കാരിക പ്രവർത്തകൻ. കായിക രംഗത്ത് പ്രവർത്തനത്തിലുള്ള
ശംഖുമുദ്ര പുരസ്കാരം നസ്രത്ത് PA യോഗ പരിശീലക, ഫാഷൻ ഡിസൈനർ. ടിൻഡു ദിലീപ് കായിക താരം, സാമൂഹ്യ പ്രവർത്തക. ഇത്രയും പേരാണ് പുരസ്കാരങ്ങൾക്ക് അർഹരായിട്ടുള്ളത്. നന്ദി. ഈ അവാർഡിൻ്റെ ഒരു വിതരണം 2026 മെയ് 27 ബുധനാഴ്ച വൈകുന്നേരം 3 മണിക്ക് തിരുവനന്തപുരം YMCA ഹാളിൽ വെച്ച് നടക്കുന്ന ചടങ്ങിലാണ്. കൂടുതൽ എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാം. കൂടുതൽ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ മിസ്റ്റർ ജോളിമസ്. റിക്വസ്റ്റ് ഒന്നേ ഉള്ളൂ, എല്ലാവരും നിങ്ങളുടെ മീഡിയകളിലൂടെ പരമാവധി ഒരു പബ്ലിസിറ്റി ഇതിന് തരണം. എനിക്ക് തോന്നുന്നു കഴിഞ്ഞ കാലങ്ങളിലൊക്കെ നിങ്ങൾ നന്നായി തന്നെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഇൻ്റർനാഷണൽ പുലി TV അവാർഡായിരുന്നാലും ഈ ശംഖുമുദ്ര പുരസ്കാരത്തിനായിരുന്നാലും ഒക്കെ നല്ലൊരു റെസ്പോൺസ് തന്നെയാണ് നമ്മുടെ മീഡിയയിൽ നിന്ന് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതും ഒരു മീഡിയ പോലെ പുലി TV എന്ന് പറയുന്നതും അങ്ങനെ തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് എല്ലാവരുടെയും ഒരു സപ്പോർട്ട് വേണം, അകമഴിഞ്ഞ സപ്പോർട്ട് വേണം. അതുപോലെ അവാർഡ് ഡിസ്ട്രിബ്യൂഷൻ സെറമണിയിലും നിങ്ങളുടെ ഒരു പ്രസൻസ് വേണം. അങ്ങനെ റിക്വസ്റ്റ് ചെയ്യാം. ആക്ച്വലി പരിഗണിച്ചതല്ല, നമ്മളെല്ലാ കാറ്റഗറിയിൽ നിന്നുമാണ് വിളിക്കുന്നത്, വരുന്ന എൻട്രീസിൽ നിന്നാണ്. കാര്യം എൻട്രിയിലൂടെ മാത്രമേ നമുക്ക് ഇതിനകത്ത് ഇല്ല, എൻട്രി ഇല്ലായിരുന്നു. പിന്നെ ഉണ്ട്, അതിനകത്ത് നമ്മൾ രണ്ട് പേർക്ക് കൊടുത്തിട്ടുണ്ട്. അതൊരു സിസ്റ്റർ രംഗത്ത്, അതായത് ഒരു സഞ്ജന KK, പിന്നെ ഉള്ളത് വർഷ വിജിലൻ്റ്. സാധാരണഗതിയിൽ കഴിഞ്ഞ വർഷം എനിക്ക് തോന്നുന്നു ഡോക്ടേഴ്സൊക്കെ ഉണ്ടായിരുന്നു. അതായത് ഈ വർഷം അങ്ങനെ ഇത് നേഴ്സിംഗ് ഫീൽഡിൽ അവർ ഒത്തിരി വർഷത്തെ പ്രവർത്തനങ്ങളൊക്കെ കാഴ്ചവെച്ചതാണ് സഞ്ജന KK, കോഴിക്കോട്. അപ്പം ഇതിനകത്തുള്ള വിഷയം ഇതാണ്, നമുക്ക് വരുന്ന എൻട്രികളിൽ നിന്നാണ് നമ്മളെപ്പോഴും തിരഞ്ഞെടുക്കുന്നത്. 74ഓളം എൻട്രികൾ വന്നിട്ടുണ്ടായിരുന്നു. അതിനകത്തു നിന്നാണ് നമ്മൾ ഈ 49 പേരെ കണ്ടെത്തുന്നത്. ശരിക്കും എല്ലാ എൻട്രികളെയും അങ്ങനെ നിരസിക്കുന്നതല്ല, അയക്കുമ്പോൾ എല്ലാവരും അയക്കും. പക്ഷേ ഏതെങ്കിലും ഒരു മേഖലയിൽ അവരുടേതായ ആ ഒരു വ്യക്തിപ്രഭാവം ഏതൊക്കെ രൂപത്തിൽ അവർ പ്രതിഫലിപ്പിച്ചിട്ടുണ്ട്, അതിനകത്ത് വലിയ പ്രശസ്തിയോ ഒന്നും വേണ്ട, എങ്കിലും അവരുടെ കഴിവുകളൊക്കെ എങ്ങനെ തെളിയിച്ചിട്ടുണ്ട് അതിനെയാണ് നമ്മൾ വിലയിരുത്തുന്നത്. ജൂറി പാനലിൽ ഞങ്ങൾ കൊടുത്തിരിക്കുന്ന നിർദ്ദേശവും അങ്ങനെ തന്നെയാണ്, അവർ കൃത്യമായി അത് തന്നെയാണ് ചെയ്തിട്ടുള്ളത്.